എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. ഇത് മലയാളി കൂട്ടായ്മയാണ്. മലയാളി കൂട്ടായ്മയുടെ മഹത്വം എന്നും വിരാജിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് ക്രിസ്മസിൻ്റെ അവസരമാണ്. അതുകൊണ്ടാണ് എന്നെ പോലെ ഒരു അച്ഛനയുടെ സന്ദേശം പറയുന്നതിനായിട്ട് വിളിച്ചതെന്ന് എനിക്കറിയാം. അച്ഛന്മാർക്ക് മൈക്ക് കൊടുക്കുമ്പോൾ പേടിയാണ്, നിർത്തി കിട്ടണമല്ലോ. അതുകൊണ്ട് അച്ഛൻ ആദ്യമേ തന്നെ അത് ഉറപ്പ് തരികയാണ്. നമുക്ക് ഒരു കൊച്ചു കാര്യം മാത്രം ഒന്ന് കേൾക്കാൻ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ എടുത്തു വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില സത്യങ്ങളോ പുണ്യങ്ങളോ 4 1 സന്തോഷം, 2 പ്രത്യാശ, 3 സമാധാനം, 4 സ്നേഹം. ഈ 4 കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കുക. ക്രിസ്മസിനെ കുറിച്ചുള്ള ചിന്തയിൽ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ ഇടയിൽപ്പെടുന്ന മനുഷ്യരുടെ ഒരു ആഘോഷമായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുക. അത്തരമൊരു സ്വപ്നത്തിലേക്ക് ആട്ടിടയിൽ ഉണരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിവിടെ കാണുക, ഇനിയിവിടെ അവതരിപ്പിക്കാൻ പോവുക. അങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ ക്രിസ്മസ് എന്നുള്ളത് ഒരു വൈപരീത്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നടന്ന ദൈവ സംഭവമായി നമ്മൾ തിരിച്ചറിയുകയും ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുകയും ആഫ്രിക്കൻ നാടോടി കഥകളിൽ ഒരു കഥാപാത്രമുണ്ട്, അമാസു എന്ന് പറഞ്ഞ്. അമാസുവിന്റെ കഥ ഇതാണ്. ഈ ലോകത്തിൽ ഇത്രമാത്രം ഭാഷകളുണ്ട്. ഈ ഭാഷകളിൽ ഏത് ഭാഷയാണ് ദൈവം സംസാരിക്കുന്നത്? അമാസുവിന്റെ സംശയം അതായി. അമാസു ഇറങ്ങിത്തിരിച്ചു. 6000-ലധികം ഭാഷകളുള്ളതിൽ ഏത് ഭാഷയാണ് ദൈവം സംസാരിക്കുന്നത്? ഇതറിയാൻ അമാസു കറങ്ങിത്തിരിഞ്ഞു. കാലദേശാന്തരങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് അവൻ ക്ഷീണിച്ച് ഒരു രാത്രിയിൽ അവൻ ഉറങ്ങാൻ കിടന്നു. അടുത്ത് കണ്ട കൂരയ്ക്ക് കീഴിൽ അവൻ കയറി കിടന്നുറങ്ങി. ഉറക്കത്തിനിടയിൽ അവൻ ഒരു വിളി കേട്ടു, അമാസു എഴുന്നേൽക്കുക, നിന്റെ ചോദ്യത്തിന് ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. അവൻ അത്ഭുതത്തോടെ ഉണർന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവനെ വിളിച്ചുണർത്തിയതാണ്. അവനിങ്ങനെ അമ്പരന്ന് നിൽക്കെ അവൾ പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിന്റെ ഭാഷയാണ്. അവൻ വീണ്ടും അത്ഭുതത്തോടെ നോക്കി ആ കുഞ്ഞിനെ. കുഞ്ഞ് വിടർന്ന മോണ കാട്ടി അവനെ തന്നെ നോക്കി നിന്ന് ചിരിക്കുകയാണ്. അവൾ വീണ്ടും തുടർന്നു, ഈ കുഞ്ഞിന്റെ ഭാഷയാണ് ദൈവത്തിന്റെ ഭാഷ. സ്നേഹമാണ് ആ ഭാഷ. ലവ് ഈസ് ദ ലാംഗ്വേജ് ആൻഡ് ദിസ് ചൈൽഡ്സ് ലാംഗ്വേജ് ഈസ് ദ ഗോഡ്സ് ലാംഗ്വേജ്. അവനെങ്ങനെ അന്തം വിട്ടു നിൽക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ പ്രകാശമാനമായി. ആകാശത്ത് നിന്ന് ഒരു ഗാനം ഉയർന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി. അവന് മനസ്സിലായി അവൻ എത്തി നിൽക്കുന്നത് യൂദയായുടെ മലഞ്ചെരുവിലാണ്. പ്രിയമുള്ളവരെ, അമാസുവിന്റെ കഥയിൽ നിന്ന് ഒറ്റ കാര്യമാണ്, ജീസസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ദാറ്റ് ലാംഗ്വേജ് ഈസ് ഓഫ് ലവ് and that love is to be executed in this world, and that produces the peace that the world want in its most. ഇത് ദൈവത്തിന്റെ ഭാഷയാണ്. ഈ ഭാഷ പ്രയോഗിക്കപ്പെടുന്നിടത്ത് സമാധാനമുണ്ടാകും. ഈ ലോകം ഇന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതോ അസ്വസ്ഥമാകുന്നതോ അവിടെയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം ഈ മണ്ണിൽ അവതരിച്ചു എന്നുള്ളതാണ് സത്യം. ഈ ചരിത്ര സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ശ്വസിച്ച വായുവാണിത്, ദൈവം വസിച്ച മണ്ണാണിത്, ദൈവം സഞ്ചരിച്ച വഴികളാണിത്. ഇതിനെ മലിനമാക്കാൻ ആരെയും ഇന്ന് ലോകം അനുവദിക്കുന്നില്ല. കാലാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ ഒന്ന് ഓർക്കുക, ഇതിനെ നമ്മൾ മലിനമാക്കുകയാണ്. ഭീകരവാദങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ അവിടെയും ഓർക്കുക, നമ്മുടെ മനസാക്ഷി മരവിച്ചുകൊണ്ടിരിക്കുന്നു, മനസാക്ഷി ചത്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസിന്റെ നഷ്ടങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത കൂടി പങ്കുവെച്ച് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. വിശ്വപ്രഖ്യാതമായ ചാൾസ് ഡിക്കൻസിന്റെ ഒരു നോവലുണ്ട്, ക്രിസ്മസ് കാരൽ. നിങ്ങൾക്കറിയാം, അത് കഥയൊന്നും അച്ഛൻ പറയുന്നില്ല. അതിൽ പ്രധാന കഥാപാത്രം സ്ക്രൂജാണ്. ഒരു ക്രിസ്മസ് രാത്രിയിൽ
സ്ക്രൂജിന്റെ മുമ്പിൽ 3 ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടു. 3 ആത്മാക്കൾ പ്രതിനിധീകരിക്കുക ഭൂതകാല ക്രിസ്മസിന്റെ, വർത്തമാനകാല ക്രിസ്മസിന്റെ, ഭാവികാല ക്രിസ്മസിന്റേതാണ്. ആ 3 ആത്മാക്കളും കൂടി അവന്റെ മുമ്പിൽ അവതരിപ്പിച്ച ചിത്രങ്ങളിൽ നിന്ന് സ്ക്രൂജിന് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. അവന്റെ സ്വാർത്ഥതയ്ക്കും അസൂയയ്ക്കും പിശുക്കിനും ക്രൂരതയ്ക്കും നടുവില് നഷ്ടപ്പെട്ട ക്രിസ്മസിന്റെ നന്മകളും ഈ ലോകത്തിൽ വേണ്ടിയിരുന്ന പുണ്യങ്ങളും ഒക്കെ വീണ്ടും പിടിക്കണമെന്ന സത്യം. അതാണ് ഭാവികാല ക്രിസ്മസിന്റെ യാഥാർത്ഥ്യം അവന്റെ മുമ്പിൽ വെച്ചത്. ഇനി അത് വീണ്ടും പിടിക്കണം, വീണ്ടും നന്മയിലേക്ക് വരണമെന്ന സത്യമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ കഴിഞ്ഞ നാളുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സത്യം ഇതാണ്. ഇത് വർഷാവസാനമാണ്, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറാൻ ഒരുങ്ങുകയാണ്. നമ്മൾ നഷ്ടപ്പെടുത്തിയ നന്മയുടെ വാർത്തകൾ, മംഗള വാർത്തകൾ, നഷ്ടപ്പെടുത്തിയ സ്വർഗീയ കീർത്തനങ്ങൾ കേൾക്കാതെ പോയതാണത്. ഒരുപക്ഷെ മറിയത്തിന്റെ വേദന, യോസേപ്പിന്റെ അലച്ചില്, മാതൃത്വങ്ങളുടെ രോദനങ്ങള്, ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട ജന്മങ്ങളുടെ ഓർമ്മകള്, ഒരുപക്ഷെ കാലാവസ്ഥയ്ക്കൊക്കെ തകരാറ് സംഭവിപ്പിച്ചവരും നഷ്ടപ്പെട്ടു പോയ ജീവനുകള്, ഇതെല്ലാം ചേർത്ത് വെച്ച് ഈ ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. യു ഹാവ് ടു ബി ന്യൂ. നമ്മളൊന്ന് പുതുതാകണം. ഈ ദൈവപിറവിയുടെ പുൽക്കൂടിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പുൽക്കൂട് നമ്മോട് ആവശ്യപ്പെടുന്നത് കണ്ണൊന്ന് തുറക്കാൻ മാത്രമാണ്. വിടർക്കെ തുറക്കണം. ഓപ്പൺ യുവർ ഐസ് വൈഡ് ആൻഡ് സീ all these, and you will be ready to set a new world, a new scope for life, and a new generation for God. ദൈവ പിറവിയുടെ ഈ പുണ്യം നിങ്ങൾക്കായി ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി നല്ല ഗാനങ്ങൾ ഓർമ്മയുണ്ട്. അതിനൊരു മനോഹര ഗാനമാണ് ദൈവത്തെ ഉമ്മ വെച്ചുണർത്തുന്ന മനുഷ്യന്റെ മനസ്സിൽ ജനിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ദൈവപുത്രനെ കുറിച്ചുള്ള ഒരു ഗാനം. അച്ഛൻ ആ ഈരടികളൊന്ന് ഓർത്തെടുത്തിട്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണെങ്കിലും ഇതൊന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ ഉമ്മ വയ്ക്കാൻ, ദൈവത്തെ മനസ്സിൽ ഉണർത്താൻ, വളർത്താൻ, ഈ ലോകത്തിൽ നന്മയുണ്ടാകാൻ പറ്റുന്ന പോലെ വരികളൊന്ന് കേൾക്കും. പൈതലാ യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയറുന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാ യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയറുന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ ആഹാ ആഹാ. മനുഷ്യരുടെ ലോകത്തിലെ ദൈവികതയെ ഉണർത്താൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സായാഹ്നം നിങ്ങൾക്ക് ആശംസിക്കുന്നു. പുറകിലെ പിന്നണിയിലുള്ള സകല കുഞ്ഞുമക്കൾക്കും വലിയ മക്കൾക്കും ഒക്കെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അച്ഛൻ്റെ വാക്കുകൾ അവസാനിക്കും.